ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. ഞാൻ ഇന്നലെ കുറച്ച് പനിയൊക്കെ പിടിച്ച് ഇരിക്കുകയായിരുന്നു. അത് കാരണം കൊണ്ടാണ് കുറച്ച് ലേറ്റായിട്ട് ഈ മാച്ച് റിയാക്ഷൻ ഇറക്കുന്നത്. ഞാൻ ആക്ച്വലി മാച്ച് റിയാക്ഷൻ ലൈവ് ചെയ്യാൻ ഉദ്ദേശമാണ്, പക്ഷേ എൻ്റെ ഹെൽത്ത് കുറച്ച് സിറ്റുവേഷൻ മോശമായതുകൊണ്ട് പനി, തലവേദന, ജലദോഷം അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓക്കെ ഒന്ന് മെച്ചപ്പെട്ട് വരുമ്പോൾ വീഡിയോ റെക്കോർഡ് ചെയ്യാം, എന്നിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഇങ്ങനെ വന്നത്. സോ ഞാൻ ഇന്നലെ രാത്രി മുതൽ കുറേ വീഡിയോസും ട്വിറ്ററിൽ കുറേ പോസ്റ്റുകളും എസ്പെഷ്യലി UK ബേസ്ഡ് നമ്മുടെ നാട്ടിൽ നിന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ കുറേ ഇൻസ്റ്റാഗ്രാം പേജിലും നമ്മുടെ യൂഷ്വൽ മീഡിയ, ഫുട്ബോൾ മീഡിയ ഒക്കെ പോസ്റ്റ് ചെയ്യുന്ന പേജസിലൊക്കെ ഞാൻ കയറി നോക്കി. സ്വാഭാവികമായിട്ട് നമ്മൾ കളി കഴിഞ്ഞതൊക്കെ നോക്കുമല്ലോ, അപ്പോൾ കുറേ റിയാക്ഷൻസ്, കുറേ കോമൻസ് ഒക്കെ കണ്ടു. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി മുതൽ ആലോചിക്കുന്നൊരു സംഭവം, നമ്മൾ ആക്ച്വലി ഇന്നലെ കളി തോറ്റോ അതോ നമ്മൾ ഇന്നലെ ആക്ച്വലി ഡിഡ് വി ഫൈറ്റ് ബാക്ക് ആൻഡ് ഡ്രൂ ദ മാച്ച്. ഇറ്റ്സ് വാസ് എ വെരി ടഫ് മാച്ച് എവേ ഗ്രൗണ്ടിൽ. കാരണം റിയാക്ഷൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ആകെ അടപടലം മൂഞ്ചി, വി ആർ ബാക്ക് ടു സ്ക്വയർ വൺ, ഇനി ജയിക്കില്ല, ഇനി ഒരു കളിയും ജയിക്കാൻ പോകുന്നില്ല, നമ്മൾ ഇമ്പ്രൂവ് ആയിട്ടേ ഇല്ല, ഭയങ്കര ഡിസപ്പോയിൻറ്റിങ് റിസൾട്ടാണ്. ലൈക്ക് ഇത് എന്താണിത്, നമ്മുടെ പ്ലേയേഴ്സ് കളിച്ചില്ല, നമ്മുടെ കോച്ചൊന്നും ചെയ്തില്ല, നമ്മൾ കോച്ച് ട്രെയിൻ ചെയ്യിക്കുന്നില്ല പ്ലേയേഴ്സിനെ, ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആണ്, ഇതല്ല ടീം, ഇതല്ല മാൻ യുണൈറ്റഡ്, ഇങ്ങനെയല്ല കളിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരുടെ റിപ്ലൈയും കുറേ ആൾക്കാരുടെ പോസ്റ്റും വീഡിയോസൊക്കെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ ആക്ച്വലി ഞാൻ ഇന്നലെ കണ്ടത് വേറെ ഗെയിമാണോ എന്നൊരു ഞാൻ ആലോചിച്ച് പോയി. കാരണം ശരിയാണ്, നമുക്കൊരു 4 out of 4 അല്ലെങ്കിൽ 4 വിൻസ് കണ്ടിന്യൂസ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം ലീഡ് ചെയ്ത ഗെയിമാണ്. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ നന്നായി കളിച്ചു. അവർക്ക് അങ്ങനെ പ്രത്യേകിച്ചൊന്നും കൊടുത്തില്ല, ലൈക്ക് അവർക്ക് അങ്ങനെ ഒരു ക്ലിയർ കട്ട് ഓപ്പൺ ചാൻസ് നമുക്കങ്ങനെ കൊടുത്തതിന് എനിക്ക് ഓർമ്മയില്ല ഫസ്റ്റ് ഹാഫിൽ. പക്ഷേ എവേ ഗ്രൗണ്ടാണ്, അഗൈൻ വി നോ ഹൗ ഡിഫിക്കൽട്ട് ആ ഗെയിം എങ്ങനെയായിരിക്കും എന്നുള്ളത്. കാരണം ഷോൺ ഡേക്ക് ഫുട്ബോളാണ്, അവർ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പാടാണ്. എസ്പെഷ്യലി സെറ്റ് പീസ് നമുക്ക് അവർക്കതൊരു ഗോൾ അടിക്കാൻ പറഞ്ഞാൽ ഭയങ്കര പാടാണ്, കാരണം അത്രയും ഫിസിക്കലായിട്ടുള്ള പ്ലേയേഴ്സ് അവർക്കുണ്ട്. പക്ഷേ എന്നാലും വി സ്കോർഡ് എ ഗോൾ വിച്ച് ഇസ് എ വെരി ഗുഡ് ഗോൾ. ആ സെറ്റ് പീസ് നമ്മൾ കസമറിൻ്റെ ഹെഡറിലൂടെ ബ്രൂണോയ്ക്ക് ഒരു അസിസ്റ്റ് നമ്മൾ എടുക്കുകയാണ്. അത് കഴിഞ്ഞ് ഓവറോൾ നമ്മൾ ഫസ്റ്റ് ഹാഫ് നമ്മൾ ഗെയിം തീരുമ്പോൾ വി ആർ ഓൾ ഹാപ്പി, നമ്മളെല്ലാവരും പോസിറ്റീവാണ്. അത് നമ്മൾ ഈ കളി ജയിക്കാൻ പോകുന്നു, 1-0 ഇനി ഒരു ഗോൾ കൂടി അടിച്ച് കഴിഞ്ഞാൽ കളി മാറി, കളി തീർന്നു. കാരണം 2-0 പിന്നെ കളി തീർന്നു, പിന്നെ അവർക്കൊരു ചാൻസ് തിരിച്ചാനില്ല. അങ്ങനെയാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വിത്തിനൊരു 5 minutes അവരത് 2 ഗോൾ അടിച്ചു. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ഗോൾ അടിക്കുന്നു. കാരണം ഒരു ഓപ്പൺ പ്ലേ അങ്ങനെ ക്രിയേറ്റീവായിട്ട് കളിച്ചിട്ട് നമ്മളെ അങ്ങനെ ഡിഫൻസ് കീറി മുറിച്ചുകൊണ്ട് അങ്ങനെ നല്ല ഗോൾ. അവർ നൈസായിട്ട് ബോൾ ക്രോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുന്നു. ക്രോസ് ഇടുന്നതിൽ അവർക്ക് 2-3 ചാൻസ് കിട്ടി, അവർ കൺവേർട്ട് ചെയ്യുന്നു. അത് നമ്മുടെ ഡിഫൻഡേഴ്സിനെ കുറ്റം പറയുന്നത്. ഡിഫൻഡേഴ്സ് അല്ല ആക്ച്വലി നമ്മുടെ വിങ് ബാക്ക് കളിച്ച ആൾക്കാർ, അതിൽ എസ്പെഷ്യലി ഡാലോ ലാപ്സ് ഓഫ് കോൺസെൻട്രേഷൻ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ട്രാക്ക് ബാക്ക് ചെയ്യുന്നില്ല, ലാപ്സ് ഓഫ് കോൺസെൻട്രേഷൻ, ബോൾ വാച്ചിങ്, ഡിഫൻഡറിനെ കവർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഡിഫൻഡറായിട്ട് അയാളുടെ പ്ലെയറിനെ കവർ ചെയ്യുന്നില്ല. ഇത് നമ്മളിപ്പോൾ കഴിഞ്ഞ 4-5 കളായിട്ട് കാണുന്നുണ്ട്. ഈവൻ ദോ നമ്മൾ കളികൾ ജയിച്ച് വരുമ്പോൾ അല്ലെങ്കിൽ ഡ്രോ ആയി വരുമ്പോൾ നമ്മളിത് സീരിയസ് ആക്കി എടുക്കുന്നില്ല. പക്ഷേ ഒരു കളി തോക്കുമ്പോഴാണ് നമ്മളത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഡാലോ ഷുഡ് ബി ഡ്രോപ്ഡ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ കളിയിൽ നെഗറ്റീവ് ആയിട്ട് കണ്ട ഒരേ ഒരു പ്ലെയർ ഡാലോ ആണ്. ഞാൻ പറഞ്ഞത് അവൻ്റെ പേഴ്സണാലിറ്റി അല്ല, നോട്ട് ഇൻ എ പേഴ്സണൽ ലെവൽ. ഞാൻ പറഞ്ഞ ആസ് എ പ്രൊഫഷണൽ ഫുട്ബോളർ ആ പിച്ചിൽ യുണൈറ്റഡ് കളിക്കുന്ന സമയത്ത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ആ ടീമിൻ്റെ മൊത്തം ബാലൻസ് കളയുന്ന ഡാലോ ആണ് എന്നെനിക്ക് തോന്നുന്നുണ്ട്. ഈവൻ ദോ ഹി ഈസ് വെരി പാഷനേറ്റ് ഫുട്ബോളർ, എനിക്കറിയാം ഹി ലവ്സ് മാഞ്ചസ്റ്റർ, ഹി ലവ്സ് അവർ ക്ലബ്, ഹി ഈസ് എ വെരി പാഷനേറ്റ് ഫുട്ബോളർ. പക്ഷേ എന്നാലും നമുക്ക് ഇന്നലെ ആ റിസൾട്ട് നഷ്ടപ്പെടാൻ മെയിൻ കാരണം ഡാലോ ആണ്. ഡാലോൻ്റെ ബോൾ വാച്ചിങ്, നോട്ട് കോൺസെൻട്രേറ്റഡ്. 5 മിനിറ്റിൻ്റെ ലാപ്സ് ഓഫ് കോൺസെൻട്രേഷനാണ് സംഭവിച്ചത്. ആ 5 മിനിറ്റ് ലാപ്സ് ഓഫ് കോൺസെൻട്രേഷനാണ് നമ്മളെ കളി റിസൾട്ട് 2-2 ആയത്. നമുക്ക് ജയിക്കേണ്ട കളിയൊന്നുമില്ല എന്ന് പറയുന്നില്ല. ഇനി ഞാൻ നമ്മുടെ മൊത്തം ഗെയിമിലോട്ട് വരാം. അപ്പോൾ ഇന്നലെ ഞാനിങ്ങനെ കുറേ വീഡിയോസൊക്കെ കണ്ടു. ഐ വാസ് വെരി ഫ്രസ്ട്രേറ്റഡ്. കാരണം ഐ വാസ് എക്സ്പെക്ടിങ് മോർ പോസിറ്റിവിറ്റി ഫ്രം അവർ ഫാൻസ്. ലൈക്ക് ഐ വാസ് എക്സ്പെക്ടിങ് പീപ്പിൾ ടു സേ ലൈക്ക് വി ആർ ഇംപ്രൂവിങ്, we can see the improvements, we can see like people or our players are fighting for the badge. ആ പിച്ചിൽ they are not, അവർ ഇപ്പോൾ കഴിഞ്ഞ സീസൺ ഞാൻ ഇന്നലെ ലൈവ് വാച്ചിലോങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഈ കളി ലാസ്റ്റ് സീസണിലാണ് നടന്നതെങ്കിൽ ഈ കളി നമ്മുടെ ഫൈനൽ റിസൾട്ട് ഒരു 3-1 4-1 ആവുമായിരുന്നു. അത് ഞാൻ സത്യം പറഞ്ഞാൽ ഐ വാസ് വെരി സർപ്രൈസ്ഡ്. കാരണം റൂബൻ അമോറിം അത് തന്നെ വന്നിട്ട് പറഞ്ഞു. ഞാൻ റൂബൻ അമോറിമിനെ കോപ്പി അടിച്ചല്ലേ, ഞാൻ ആക്ച്വലി ഈ ലൈവ് വാച്ചിലോങ്ങിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. ഐ ടോൾഡ് ദം ഇൻസ്റ്റൻ്റ്ലി. ആ കളി കഴിഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞിരുന്നു, ഐ ഡിഡ്ന്റ് ഈവൻ വാച്ച് റൂബൻ അമോറിംസിൻ്റെ ആഫ്റ്റർ മാച്ച് പ്രസ് കോൺഫറൻസ്. ആ കളി കഴിഞ്ഞ ഉടനെ ഞാൻ പറഞ്ഞു, ഈ കളി ലാസ്റ്റ് സീസൺ ആണെങ്കിൽ വി വുഡ് ഹാവ് ബീൻ ലോസ്റ്റ് ദ ഗെയിം 3-1 4-1. എക്സാക്ട് വേർഡ്സ് ആണ് റൂബൻ അമോറിം വന്നിട്ട് പറഞ്ഞത്. സോ വിച്ച് മീൻസ് ഹീ നോസ് എക്സാക്ട്ലി വാട്ട് ഫാൻസ് ആർ തിങ്കിങ്. അതാണ് നമ്മുടെ ഒരു ആസ് എ യുണൈറ്റഡ് കോച്ച് നമ്മൾ അയാൾ എക്സ്പെക്ട് ചെയ്യുന്നത്. വാട്ട് ഫാൻസ് ആർ തിങ്കിങ് ഹീ ഷുഡ് തിങ്ക് ലൈക്ക് ദാറ്റ്. എന്നാലേ ക്ലബ് ഇമ്പ്രൂവ് ആവുള്ളൂ. ആൻഡ് വി ആർ ഇംപ്രൂവിങ്.
കാരണം ഇപ്പോൾ ഇന്നലത്തെ കളി ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് സീസണിലാണ് ഈ കളിയെങ്കിൽ വി ന്യൂ ദിസ് ഗെയിം ഈസ് എ ലോസ്റ്റ് ഗെയിം ഫോർ us. നമ്മൾ ഈ കളി പൊട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഈ കളി എടുത്തു കഴിഞ്ഞാൽ വി ഫോട്ട് ബാക്ക്. അവർ 2 ഗോൾ അടിച്ചതിന് ശേഷവും നമ്മൾ അവിടെ വെറുതെ ഇങ്ങനെ ഓക്കെ ഇത് മതി, ഇനി നമുക്ക് തിരിച്ചു പോവാം, അധികം ഒന്നും വാങ്ങണ്ട, അങ്ങനെ നിന്നില്ല. പക്ഷേ വി ഫോട്ട് ബാക്ക്, വി സ്കോർഡ് അഗെയിൻ 1 more goal, അല്ലേ? വി സ്കോർഡ് അഗെയിൻ. അതും ഒരു അന്യായ വേൾഡ് ക്ലാസ് ഗോൾ, ഒരു വേൾഡി അങ്ങനത്തെ പറയും, ഒരു വേൾഡി സ്ക്രീമർ അമാദിൻ്റെ. പക്ഷെ അത് സെലിബ്രേറ്റ് ചെയ്യാതെ നമ്മളെല്ലാവരും പറയുന്നത് ഒരാൾക്ക് മുടി വെട്ടാൻ പറ്റില്ല, 5-ൽ 5 ആക്കാനുള്ള ഓപ്പർച്യൂണിറ്റി, അയാൾ മുടി വെട്ടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, 5-ൽ 5 ജയിക്കേണ്ട ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഒരാളുടെ മുടി വെട്ടിക്കാനാണ് നമ്മൾ കളി കാണുന്നത്. നമ്മൾ കളി കാണുന്ന ഒരാളുടെ മുടി വെട്ടിക്കാനാണോ നമ്മുടെ ടീം ജയിക്കാനാണോ? ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ദിസ് ഇസ് കംപ്ലീറ്റ് നോൺസെൻസ്. അങ്ങനെ തന്നെ ഞാൻ പറയും, കംപ്ലീറ്റ് നോൺസെൻസ്. അയാളൊരു ഹാർഡ് കോർ മാൻ യുണൈറ്റഡ് ഫാൻ എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എനിക്ക് സത്യമാണ് സംശയമുണ്ട്. ഇപ്പോൾ ഒരാളുടെ മുടി വെട്ടിക്കാൻ മാത്രം ഒരു കളി ജയിക്കുക, ഇതെന്താ വെള്ളരിക്കാൻ പാട്ടണോ? നിങ്ങൾ വേറെ ഏതെങ്കിലും ക്ലബ്ബിൽ ഇത് കണ്ടുണ്ടോ? അത് എടുത്ത് ഹൈലൈറ്റ് ചെയ്യാൻ കുറേ മീഡിയയും നമ്മുടെ ഫാൻസ് തന്നെ അത് ഹൈലൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വെറുതെ ഹൈലൈറ്റ് ചെയ്യുക, അയ്യോ ഇയാളുടെ മുടി വെട്ടാൻ പറ്റില്ല, അയാളുടെ മുടി വെട്ടാൻ പറ്റില്ല, വെട്ടണ്ട, അയാൾ വല്ല സന്യാസത്തിനും പോട്ടെ, എന്നിട്ട് കുറേ കഴിയുമ്പോൾ അയാളുടെ മുടി കൊഴിഞ്ഞു പോയിക്കോളും. അയാൾ വെട്ടണ്ടാന്നേ. അത്രയും വിഷമണ്ടെങ്കിൽ ഓൻ അത് ബ്രേക്ക് ചെയ്തോ പോയി വെട്ടിക്കോളും. ഓൻ അത്രയും താങ്ങാൻ പറ്റുന്ന അവസ്ഥയാണെങ്കിൽ. അല്ലെങ്കിൽ ഓനെ കൊഴിഞ്ഞു പോയിക്കോളും. കുറച്ച് കഴിഞ്ഞ് നരയ്ക്കും, എന്നിട്ട് കൊഴിഞ്ഞിട്ട് പോകും. അങ്ങനെ പൊക്കോട്ടെ. ഇത് ഒരാളുടെ മുടി വെട്ടിക്കാൻ മാത്രം നമ്മൾ കളി ജയിക്കാൻ പോവുക. നമ്മൾ കളി ജയിക്കേണ്ട ഒരാളെ മുടി വെട്ടിക്കാനല്ല, നമ്മൾ കളി ജയിക്കേണ്ട നമ്മുടെ ഫാൻസിലാണ്. അതായത് ലോകത്തിലെ എല്ലാ മാൻ യുണൈറ്റഡ് ഫാൻസിനും, ആ ക്ലബിന് വേണ്ടിയിട്ടാണ്. ഞാനിത് പറയാൻ കാരണം എനിക്ക് സത്യം ഐ എം വെരി ഫ്രസ്ട്രേറ്റഡ് ആ ഒരു ഒറ്റ ടോപ്പിക് കൊണ്ട്. ഇന്നലെ സത്യം പറഞ്ഞാൽ വി പ്രൂവ്ഡ് വി ആർ ഇംപ്രൂവിങ്. എന്നിട്ട് എല്ലാവരും എടുക്കുന്നൊരു പോയിന്റ് അയാൾക്ക് മുടി വെട്ടാൻ പറ്റിയില്ല. അവൻ വെട്ടണ്ട, അതിനോടിരിക്കട്ടെ. ഞാൻ പറയുന്നത് അടുത്ത 4 കളി അടുപ്പിച്ച് 5ാം കളി ഡ്രോ ആവണം. എനിക്കത് ഫീൽ ആവുന്നത് കാണുമ്പോൾ. 4 കളി അടുപ്പിച്ച് ജയിക്കുക, എന്നിട്ട് 5ാം കളി ഡ്രോ ആവുക, എന്നിട്ട് അവനെ വീണ്ടും ഫ്രസ്ട്രേറ്റ് ചെയ്യിക്കുക. നോൺസെൻസ്, അബ്സല്യൂട്ട് നോൺസെൻസ്. ഞാനിങ്ങനെ ഷൗട്ട് ചെയ്ത് പറയുന്ന ഒരാളല്ല, പക്ഷെ ഇത് കാണുമ്പോൾ എനിക്ക് ഫ്രസ്ട്രേഷനാണ്. ഒരാളെ മുടി വെട്ടിക്കാൻ മാത്രമായിട്ട് കളി ജയിക്കാൻ പോവുക, എന്നിട്ട് അത് ഏറ്റുപിടിക്കാൻ കുറേ മീഡിയം നമ്മുടെ തന്നെ ഫാൻസും. സി ബാൻഡർ, ഫൺ, സോഷ്യൽ മീഡിയ ബാൻഡർ ഒക്കെ ശരിയാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ദിസ് ഇസ് ബിയോണ്ട് ബാൻഡർ, ദിസ് ഇസ് ബിയോണ്ട് ഫൺ. ഇറ്റ്സ് നോട്ട് റിയാലിറ്റി. റിയാലിറ്റിയിൽ ഇങ്ങനത്തെ ഒരു ഗെയിമിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലബ്ബ് ഇമ്പ്രൂവ് ആവുന്ന ക്ലബ്ബാണ്. നമ്മുടെ ക്ലബ്ബ് സ്റ്റേജ് ബൈ സ്റ്റേജ് ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ പറയില്ലേ ബിൽഡിംഗ് ദ ബ്ലോക്സ്, അങ്ങനെയാണ് നമ്മളിപ്പോൾ. അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നമുക്ക് 5 കളി ഒരുമിച്ച് ജയിക്കാൻ പറഞ്ഞാൽ ഭയങ്കര ടഫാണ്, എസ്പെഷ്യലി പ്രീമിയർ ലീഗിൽ. ഇറ്റ്സ് എ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ബോൾ ഗെയിം. പ്രീമിയർ ലീഗിൽ 5 കളി അടുപ്പിച്ച് ജയിക്കാൻ ഭയങ്കര ടഫാണ്. അത് അല്ലെങ്കിൽ അങ്ങനെ ജയിക്കുന്ന ടീമുകൾ ആകെ ഹൈ എൻഡിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ടൈറ്റിൽ ചാമ്പ്യൻസ് ആവാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ടീംസ് മാത്രമായിരിക്കും. ഫോർ എക്സാമ്പിൾ ആർസണൽ, സിറ്റി, അവരെ പോലത്തെ ടീം. വി ആർ ടാർഗറ്റിംഗ് ടോപ്പ് 4. ആ ടോപ്പ് 4 കയറണമെങ്കിൽ നമ്മൾക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ നടക്കുള്ളൂ. മേ ബി ഒരു 2 ഗെയിം വിൻ ചെയ്യുക, പിന്നെ ഒരു ഡ്രോ, പിന്നെ ഒരു 2 ഗെയിം വിൻ ചെയ്യുക, പിന്നെ ഒരു 2 ഗെയിം വിൻ ചെയ്യുക, പിന്നെ ഒരു ലോസ്, അങ്ങനെ നടക്കുള്ളൂ. വി ആർ നോട്ട് ടൈറ്റിൽ കോമ്പീറ്റിംഗ് ടീം. ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ദിസ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. കാരണം എൻ്റെ എക്സ്പെക്ടേഷൻ, എനിക്ക് സത്യം തൊണ്ടയിൽ സൗണ്ടൊന്നും വരുന്നില്ല. എൻ്റെ എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് 4, ടോപ്പ് 5, ടോപ്പ് 6 മിനിമം. ടോപ്പ് 6 മിനിമം ആണ്. ടോപ്പ് 4 കിട്ടിയ ലോട്ടറി. കാരണം നമ്മൾ എവിടെ നിന്നാണ് വരുന്നത്? നമ്മളൊരു ടീം ബിൽഡ് ചെയ്യുന്നുള്ളൂ. നമ്മൾ കംപ്ലീറ്റ്ലി നമ്മുടെ നമ്മൾ ഇത്രയും കാലം നമ്മുടെ ക്ലബ്ബ് കളിച്ചിരുന്ന ഒരു 4 at the back സിസ്റ്റമാണ്. അവിടെ നമ്മൾ കംപ്ലീറ്റ്ലി അത് ബ്രേക്ക് ഡൗൺ 3 at the back ആയിട്ട് പുതിയൊരു ഫോർമേഷൻ, പുതിയൊരു സിസ്റ്റം, പുതിയൊരു ഐഡൻറ്റിറ്റി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. അത് കൊടുത്തിട്ട് ഇപ്പോൾ ഒരു വർഷമാവുന്നുള്ളൂ. വി ആർ നോട്ട് ടൈറ്റിൽ കണ്ടൻറ്റേഴ്സ്. അത് ആദ്യം മനസ്സിലാക്കണം. ശരിയാണ്, നമുക്ക് ഇന്നലെ ജയിച്ചാൽ സെക്കൻഡ് ആകുമായിരുന്നു. അത് തന്നെ വലിയ ഇമ്പ്രൂവ്മെൻ്റ് അല്ലേ? ഇന്നലെ നമ്മളെ കളി സമനില അത് ജയിച്ചാൽ ഇന്നലെ നമുക്ക് സെക്കൻഡ് പൊസിഷൻ ആയേനെ. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് വേർ വി വേർ ആൻഡ് വേർ വി ആർ റൈറ്റ് നൗ. ചേരാൻ ഡിഫറൻസ് ഉണ്ട്. ഇത് ഞാൻ പറയാൻ കാരണം ഐ ഹാവ് ടു ടെൽ യു ദിസ് ബിക്കോസ് ഞാൻ ആക്ച്വലി ഇത് വെയിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ ഐ ഡോണ്ട് നോ, ഐ വുഡ് ഹാവ് ബീൻ മോർ ഫ്രസ്ട്രേറ്റഡ്. പക്ഷേ യു ഗൈസ് നോ മീ, ഞാൻ ഭയങ്കര ഇമോഷണലായിട്ട് ഈ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. ഐ എം എ വെരി ഇമോഷണൽ ഫാൻ. സോ എൻ്റെ ഇമോഷൻസ് ഒക്കെ പുറത്ത് വരും. സോ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ പേഴ്സണലായിട്ട് ആരെയും അറ്റാക്ക് ചെയ്യുന്നില്ല. ഇറ്റ്സ് യുവർ ഒപ്പീനിയൻസ്. ഒബ്വിയസ്ലി യുവർ ഒപ്പീനിയൻസ് മാറ്റേഴ്സ്. നിങ്ങൾ പല രീതിയിൽ എടുക്കാം. അതായത് ഒരു ഫൺ രീതിയിൽ എടുക്കാം, ഒരു മുടി വെട്ടാത്ത ആളാണ്. പക്ഷേ വെൻ ഐ തോട്ട് അബൌട്ട് ഇറ്റ് ഐ എം റിയലി ഫ്രസ്ട്രേറ്റഡ്. കാരണം ഐ എം നോട്ട് ബോതർഡ് അബൌട്ട് ദാറ്റ് ഗൈ. ഹൂ ഈസ് ദാറ്റ് ഗൈ? ഹീ മേക്സ് ലോട്ട് ഓഫ്, ഐ ടെൽ യു ദിസ്, ആ ചങ്ങായി ഇപ്പോൾ ഫേമസ് ആയിട്ട് അയാൾ ഇതിന്ന് കുറേ പൈസ ഉണ്ടാക്കുന്നുണ്ട്. അല്ലാതെ അയാൾക്ക് ഇതിലൊരു സങ്കടം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അയാളെ പേരുമ്പോൾ നമ്മളാണ് സങ്കടപ്പെടുന്നത്. ടീം ജയിച്ചില്ല, ടീം അയാൾ ജയിക്കുന്ന ആൾക്ക് മുടി വെട്ടായിരുന്നു. സോ ഞാൻ അത്രയും പറഞ്ഞ് നിർത്തുകയാണ്. ഓവറോൾ ഗെയിം വി ആക്ച്വലി ഹാവ് ഇംപ്രൂവ്ഡ്. വി ഹാവ് ദ മെന്റൽ റെസിലിയൻസ് റൈറ്റ് നൗ. തോൽക്കില്ല എന്നൊരു സംഭവം നമുക്കിപ്പോൾ ഉണ്ട്. ഞങ്ങൾ തോൽക്കില്ല, ഞങ്ങളുടെ ഈ ടീം ഞങ്ങളെ തോൽക്കില്ല എന്നൊരു സംഭവം നമ്മുടെ പ്ലേസ് മൈൻഡിലുണ്ട്. അതന്നെ വലിയ ഇമ്പ്രൂവ്മെൻ്റ് ആണ്.
ലെറ്റ്സ് ഹോപ്പ് ദാറ്റ് കണ്ടിന്യൂസ്. അടുത്ത ഗെയിം ടോട്ടനാമിനായിട്ടാണ്. വി ഡോണ്ട് നോ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ, കാരണം അതിൻ്റെ മാച്ച് പ്രിവ്യൂ ഒക്കെ പിന്നെ വരുന്നതായിരിക്കും. പക്ഷേ ഈ ഗെയിമിൻ്റെ മാച്ച് റിയാക്ഷൻ ഇതാണ്. പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട ഒരു സംഭവം ലൂക്ഷനെ കുറിച്ചിട്ടാണ്. ലൂക്ക് ഷോ വാസ് അബ്സല്യൂട്ട് മിൻറ്റ് യെസ്റ്റർഡേ. കാരണം ഇത്രയും കളി അടുപ്പിച്ച് ചെയ്യുന്ന ഒരിക്കലും വിചാരിച്ചില്ല. ഇത്രയും കളി അടുപ്പിച്ച് കളിക്കുന്ന ഒരിക്കലും വിചാരിച്ചില്ല. കാരണം അത്രയും ഇഞ്ചറി പ്രോൺ പ്ലെയർ ആണ്. ആൻഡ് വൺ മോർ തിങ്, റൂബൻ അമോറിം ഹാസ് ഇംപ്രൂവ്ഡ് ദിസ് ടീം മാസീവ്ലി ഓൺ ദ ഇഞ്ചുറി ഡിപ്പാർട്ട്മെൻറ്റ്. കാരണം പ്രീമിയർ ലീഗിൽ ഏറ്റവും കുറവ് ഇഞ്ചുറീസ് നമ്മുടെ ക്ലബിനാണുള്ളത് ഇപ്പോൾ. ശരിയാണ്, 1 ഗെയിം വീക്കൊക്കെ ഉണ്ട്, എന്നാലും വി ന്യൂ അവർ പ്ലേയേഴ്സ് വർ വെരി ഇഞ്ചുറി പ്രോൺ. പക്ഷേ അത് ഭയങ്കര ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അതിനായാലും കൈയടി കൊടുത്തേ പറ്റുള്ളൂ. അതേപോലെ തന്നെ ലൂക്ക് ഷോക്ക് ഇന്നലത്തെ കളിയിൽ കൈയടി കൊടുത്തേ ഉള്ളൂ. കാരണം ലൂക്ക് ഷോ വാസ് അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട്. ലിച്ചയുടെ ഒരു അഭാവം മൂപ്പര് ശരിക്കും കവർ ചെയ്തിട്ടുണ്ട്. ഇനി ലിച്ച കംസ് ബാക്ക്, ഒബ്വിയസ്ലി ലിച്ച ആയിരിക്കും ആ ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ. മേ ബി ലൂക്ക് ഷോ നേരത്തെ കുറേ ആൾ കമൻസിൽ പറഞ്ഞ പോലെ വിങ് ബാക്ക് ആയിട്ട് ഓപ്ഷനൊക്കെ ഉണ്ടില്ല എന്ന് പറയുന്നില്ല. പക്ഷെ എന്നാലും ഐ ഡോണ്ട് വാണ്ട് ഡാലോ ടു സ്റ്റാർട്ട് നെക്സ്റ്റ് ഗെയിം. കാരണം ഹി ഡോണ്ട് ഡിസേർവ് ടു സ്റ്റാർട്ട് നെക്സ്റ്റ് ഗെയിം ഫോർ us. ഹി വാസ് സോ ബാഡ്. അതായത് ഐ വിൽ പിൻ പോയിന്റ് ഡാലോ ആസ് എ പ്രോബ്ലം, അല്ലെങ്കിൽ പ്രോബ്ലം ഞാൻ പറയില്ല, ആസ് എ വീക്ക്നെസ്. I'll point Dallo as a weakness. We didn't get 2 more points yesterday എന്ന് ഞാൻ പറയും. കാരണം ആ ഡാലോൻ്റെ ലാപ്സ് ഓഫ് കോൺസെൻട്രേഷനാണ് ആ കളി തിരിഞ്ഞത്. അതിൽ ഫസ്റ്റ് ഗോളിൽ കുനിയയ്ക്ക് വലിയൊരു പാർട്ടുണ്ട്, സെക്കൻഡ് ഗോളിൽ ഡാലോ. ഫസ്റ്റ് ഗോൾ ഓക്കെ, മേ ബി ഒരു 1-1 ആയാലും കുഴപ്പമില്ല, വി കുഡ് ഹാവ് വൺ ദാറ്റ് ഗെയിം. പക്ഷേ ദ മൊമെൻറ്റ് ദാറ്റ് ഗെയിം ബിക്കേം 2-1, ദാറ്റ് ഇസ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൽട്ട്. അതും ഷോൺ ഡേക്കിനെതിരെ, ആ ഒരു ടീമിനെതിരെ അവർ ഡെഡ് ലോക്ക് ബ്രേക്ക് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. അത് നമ്മൾ ചെയ്തിട്ടും അവർ 2 അടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ പോയിട്ട് ജയിക്കാൻ ഭയങ്കര പാടാണ്. പക്ഷേ അഗൈൻ വി ഫോട്ട് ടിൽ ദി എൻഡ്. ആ ലാസ്റ്റ് മിനിറ്റിൽ ഒരു ഗോൾ ലൈൻ ക്ലിയറൻസ്, അത് ഞാൻ സത്യം പറഞ്ഞാൽ ഗോൾ ലൈൻ ക്ലിയറൻസ് പറയില്ല, ദാറ്റ്സ് എ മിറാക്കുലസ് ക്ലിയറൻസ്. അത് എങ്ങനെയാണ് ചെയ്ത് എനിക്ക് അറിഞ്ഞൂടാ. അത് കയറിയിരുന്നെങ്കിൽ ഒരു ക്ലാസിക് റിസൾട്ട് നമുക്ക് കിട്ടിയാണ്. പക്ഷേ അഗൈൻ ദീസ് ആർ ലൈക്ക് മൈന്യൂട്ട് തിങ്സ് ദാറ്റ് ക്യാൻ ചേഞ്ച് എ ഫുട്ബോൾ റിസൾട്ട് എന്ന് ഞാൻ പറയുന്നുണ്ട്. പക്ഷേ ആസ് എ ടീം വി ആർ ഇംപ്രൂവിങ് വെരി മച്ച്. എന്താ പറയുക, അതിൽ ഒരു 5 മിനിറ്റ് ലാപ്സ് ഓഫ് കോൺസെൻട്രേഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ വി ആർ ആക്ച്വലി പ്ലേയിങ് വെരി വെൽ. വി ഷുഡ് ഹാവ് വൺ ദാറ്റ് ഗെയിം. പക്ഷേ അഗെയിൻ ദീസ് ആർ ലൈക്ക് ലേണിംഗ് സ്റ്റെപ്സ്. ഇങ്ങനത്തെ റിസൾട്ട്സ് നിന്നാണ് നമുക്ക് പഠിക്കാൻ പറ്റും, ഓക്കെ ഇന്ന കാര്യങ്ങൾ ഇമ്പ്രൂവ് ആവുന്നുണ്ടെന്ന്. സോ ഐ ഹോപ്പ് അവർ പ്ലേയേഴ്സ് വിൽ ലേൺ ദാറ്റ്. അമോറിയും അത് നോട്ട് ചെയ്തിട്ട് അടുത്ത കളിയിൽ വരുമ്പോൾ ഇമ്പ്രൂവ് ആക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഇമ്പ്രൂവ് ആവട്ടെ, എന്നിട്ട് നമ്മുടെ ടീം ഇനിയും കുറേ കളിയിൽ ജയിക്കട്ടെ. സോ എന്തായാലും ഐ ഹോപ്പ് എവരിബഡി ഈസ് നോട്ട് അപ്സെറ്റ്. അറ്റ്ലീസ്റ്റ് വി ആർ ഇൻ എ പോസിറ്റീവ് മൈൻഡ് സെറ്റ്. കാരണം നമ്മുടെ പ്ലേയേഴ്സ്, നമ്മുടെ ടീം ഇമ്പ്രൂവ് ആവുന്നുണ്ട്. ആൻഡ് ലെറ്റ് ഇറ്റ് കണ്ടിന്യൂ. ആൻഡ് ഐ ഹോപ്പ് നെക്സ്റ്റ് മാച്ചിൽ വി ക്യാൻ സീ ഇംപ്രൂവ്മെൻറ്റ്സ്. ഈ ഒരു ഭാഗത്തു നിന്ന് വന്ന് ഈ മിസ്റ്റേക്സ് കവറപ്പ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ മിസ്റ്റേക്സ് ഇനി വരുത്താതെ, ലെറ്റ്സ് ഹോപ്പ് അവർ ടീം വിൽ പെർഫോം ബെറ്റർ. സോ അതാണ് എൻ്റെ മാച്ച് റിയാക്ഷൻ. ഞാൻ അധികം പ്ലേയേഴ്സിനെ കുറിച്ചിട്ടോ സ്റ്റാറ്റ്സോ അങ്ങനത്തെ സംഭവം ഒന്നും സംസാരിക്കുന്നില്ല. ദിസ് ഈസ് മീ ബിക്കമിങ് ആൻ ഇമോഷണൽ ഫാൻ ലൈക്ക് യു. നിങ്ങളെ പോലെ തന്നെ ഞാനൊരു വളരെ ഇമോഷണൽ, യുണൈറ്റഡ് അറ്റാച്ച്ഡ് ആയിട്ട് ഫാനാണ്. സോ അതുകൊണ്ട് എൻ്റെ ഇമോഷൻസാണ് ഞാൻ പറയുന്നുള്ളൂ. അല്ലാതെ ഞാൻ സ്റ്റാറ്റ്സ് എടുത്തിട്ടോ അല്ലെങ്കിൽ ഇയാൾ ഇങ്ങനെ ഇൻവേർട്ട് ചെയ്തു, അയാൾ അങ്ങനെ ഓവർലാപ്പ് ചെയ്തൊന്നും ഞാൻ പറയാൻ പോകുന്നില്ല. ദാറ്റ്സ് നോട്ട് മാച്ച് റിയാക്ഷൻ ഐ ഡു ഫോർ ദിസ്. കാരണം ഇത് ഞാൻ ഭയങ്കര ഇമോഷണലായിട്ട് പറഞ്ഞ സംഭവമാണ്. ദിസ് വാട്ട് ഐ ഫീൽ, വാട്ട് ഐ തിങ്ക് അബൌട്ട് ദ മാച്ച്, അതാണ് ഞാൻ പറഞ്ഞത് ഓപ്പൺ ആയിട്ട്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അതേപോലെ തന്നെ ഷെയർ ചെയ്യാൻ ബാക്കി യുണൈറ്റഡ് ഫാൻസിനോട്ടും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ് സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ദിസ് ഈസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എൻ്റെ എനർജി കുറവാണെങ്കിൽ ക്ഷമിക്കുക, കാരണം കുറച്ച് ഫീവറൊക്കെ ആയിട്ടിരിക്കുകയാണ്. എന്നാലും നെക്സ്റ്റ് ഫീവറൊക്കെ മാറി നെക്സ്റ്റ് വീഡിയോ നമുക്ക് കുറച്ചുകൂടി എനർജി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. ഇനിയും സപ്പോർട്ട് ചെയ്യുക ചാനലിൽ. ദിസ് ഈസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ.